5 കാര്യങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. 5 കാര്യങ്ങളിൽ ഒന്നോ അല്ലെങ്കിൽ 5 കാര്യമോ ചെയ്തിട്ട് വേണം ദുആരക്കാൻ. ഒന്നാമത്തത് നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിട്ട് വേണം ദുആരക്കാൻ. സ്വതക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇത്രമാത്രം ഇഷ്ടമുള്ളൊരു അമൽ വേറെ ഇല്ല എന്ന്. എല്ലാ അമലും അള്ളാഹുവിന് ഇഷ്ടമാണ്. പക്ഷേ സ്വതക്കയുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞത് സ്വതക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം വേഗത്തിൽ അള്ളാഹിന്റെ അടുക്കൽ എത്തുമെന്നാണ്. കാരണം ഒരു മനുഷ്യൻ പൈസ, ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ ആ പാവപ്പെട്ടവന് പൈസ കൊടുക്കാൻ വേണ്ടി അയാൾ പേഴ്സിലേക്ക് കൈയിടുമ്പോ, പോക്കറ്റിലേക്ക് കൈയിടുമ്പോ 70 ശൈത്താന്മാർ പിടിച്ചു നോക്കടാ, കൊടുക്കല്ലേട്ടോ, പൈസ കൊടുക്കല്ലേട്ടോ, നിനക്ക് ആ പൈസ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, വീട്ടിലെ കാര്യം നോക്കണം, മക്കളുടെ ഫീസ് അടക്കണം, ഭക്ഷണം കഴിക്കണം, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ചെയ്യാൻ, അതിന്റെ ഇടയിൽ ആ പൈസ കൊടുത്താൽ അത് വെറുതെ പോവില്ല എന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി 70 ശൈത്താന്മാരുണ്ടാകുമെന്നാണ്. അപ്പൊ ആ ശൈത്താന്മാരെയൊക്കെ പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ടാണ് നമ്മൾ ആ പൈസ 10 രൂപയെങ്കിൽ 10 രൂപ കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമൽ സ്വതക്ക. ആ സ്വതക്ക കൊടുത്തിട്ട് നമ്മൾ ദ്വാരക്കാനിരിക്കുന്ന അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. രണ്ടാമത്തത്, ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞിട്ട് വേണേ ദ്വാ ചെയ്യാൻ. വെറുതെ അള്ളാഹുവേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദ്വാരക്കുന്നതിന് മുമ്പ് അള്ളാഹുവേ നീ അത് കാക്കണേ, നീ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ചൽപ്പം സ്വലാത്ത് ചൊല്ലണേ. ഒരു 3 സ്വലാത്തെങ്കിലും, അല്ലെ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മതി, ആ സ്വലാത്ത് മതി. ഒരു 3-4 സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് വേണം നമ്മൾ ദ്വാരക്കാനിരിക്കാൻ. ആ സമയത്ത് അല്ലാഹു തആല വേഗത്തിൽ ആ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം സ്വതക്ക ചെയ്യണേ, എന്നിട്ട് ദുആ രക്കണേ, ആ ദുആ അല്ലാഹു സ്വീകരിക്കും. രണ്ടാമത്തേത് സ്വലാത്ത് പറയണേ, സ്വലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്യണേ, അല്ലാഹു ആ ദുആ സ്വീകരിക്കും. മൂന്നാമത്തേത്, നോമ്പുകാരനായ മനുഷ്യൻ അവൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. നാലാമത്തേത്, നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയാണ്. ഇന്ന് നമസ്കാരങ്ങൾ അല്ലെ, ഇന്ന് സലാം വിട്ട ഉടൻ തന്നെ എഴുന്നേറ്റ് പോകുന്നു, എന്തോ വലിയ തിരക്കോ, ഒരു തിരക്കില്ല, റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത മട്ടിൽ. അതുപോലെ തന്നെ അഞ്ചാമത്തേത് ദുആക്ക് ഇജാബത്തുള്ള ഒരു ടൈമാണ്, സമയമാണ്. വെള്ളിയാഴ്ച ദിവസം ഇമാമ് ഖുതുബ ഓതാൻ വേണ്ടി ആ മിമ്പറിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ആ ഖുതുബ ഓതുന്ന ആ ടൈമിൽ നമ്മൾ ദ്വാരക്കുക. ആ സമയത്ത് ഖുതുബ കേട്ടിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. അല്ലാ പടച്ചോനെ, എൻ്റെ ആ പ്രതിസന്ധി മാറ്റണേ അല്ലാ, കടങ്ങൾ മാറ്റി തരണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ എന്നൊക്കെ ആ സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കുമെന്നാണ്.